കർണാടക വനാന്തരങ്ങളിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ തൃശൂർ ജില്ലയിലെ വയലൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കൊമ്പൻ ആനകളിലെ വേറിട്ടൊരു ആനച്ചന്തം. വയലൂർ പരമേശ്വരൻ എന്ന ആന. വയലൂർ ദേവസ്വത്തിന് ഒരു ആനയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം സ്വപ്നമായിരിക്കുന്ന കാലം. ഇതിനിടയിലാണ് കല്ലേറ്റിൻകര താഴേക്കാട് പത്മനാഭ ശർമ്മയും നെല്ലായി പാട്ടത്തിൽ രാമൻ നായരും ചേർന്ന് 2001-2002 കാലഘട്ടത്തിൽ ഒരു ആനയെ നടയിരുത്തണമെന്ന ആഗ്രഹവുമായി വയലൂർ ദേവസ്വം ഭാരവാഹികളെ സമീപിക്കുന്നത്. ആശാൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒരേപോലെയെന്ന് പറഞ്ഞ് അവർ ആനയെ ക്ഷേത്രത്തിൽ നടയിരുത്തി പരമേശ്വരനെന്ന് നാമകരണം ചെയ്തു. ക്ഷേത്രത്തിലെ പരിചരണവും സ്നേഹവും നല്ല രീതിയിൽ ലഭിച്ചതോടെ പരമേശ്വരന്റെ വളർച്ച ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. യാതൊരു തരത്തിലുള്ള അനുസരണക്കേടും അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി കേട്ടുകേൾവിയില്ല. സ്നേഹത്തോടുകൂടി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവന്റെ അടുത്ത് ചെല്ലാം. കുട്ടികളോട് വളരെയധികം സ്നേഹമുള്ള ഒരു കൊമ്പൻ, പൂരങ്ങളിലെ നിറസാന്നിധ്യം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരിക്കൽ വിധി അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് ആനകളെ പിടികൂടുന്ന മാരക വിപത്തായ എരണ്ടക്കെട്ടെന്ന മഹാരോഗം അവനെയും ബാധിച്ചു. ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഭാരവാഹികളുടെയും വിദഗ്ധമായ ചികിത്സയിൽ പരമേശ്വരൻ വിധിയെ തോൽപ്പിച്ചുകൊണ്ട് എരണ്ടക്കെട്ടെന്ന മഹാവിപത്തിനെ മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇന്ന് ആനക്കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ ഇവൻ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഏകദേശം 34 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഇവൻ വരും കാലങ്ങളിൽ പൂരപ്പറമ്പുകളിലെ പുത്തൻ താരോദയമാകാൻ ആശംസിച്ചുകൊണ്ട് മറ്റൊരു ആനക്കഥയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, മീ ആൻഡ് ആഷൂസ്.